കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 6 വയസ്സുകാരിക്ക് പരിക്ക്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തച്ചമ്പാറ മുതുകുറിശി ഉഴുന്നുപറമ്പ് നരിയമ്പാടം സന്തോഷിന്റെയും ബിൻസിയുടെയും മകൾ 6 വയസ്സുകാരി പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 8:30 ഉഴുന്നുപറമ്പിൽ വച്ചായിരുന്നു ആക്രമണം. ഇവരുടെ മൂത്ത കുട്ടിയായ കീർത്തനയെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി തിരികെ ബിൻസിയും പ്രാർത്ഥനയും വീട്ടിലേക്ക് വരുന്നതിനിടെ കനാലിന്റെ മറുവശത്തെ കൃഷിയിടത്തിൽ നിന്നും കനാൽ നീന്തി കടന്നെത്തിയ പന്നി ഇവരെ ഇടിച്ചിടുകയായിരുന്നു. രാവിലെ സ്കൂൾ വിട്ട് വരികയാണ്. സ്കൂളിലല്ല, വലിയ കുട്ടീനെ ബസ്സിൽ കയറ്റി വിട്ടേച്ച് ഞങ്ങൾ നടന്നു വരുമ്പോൾ കനാലിൽ നിന്ന് ചാടി കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, അമ്മ പോത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്നറിയാൻ വേണ്ടി നോക്കാൻ തിരിഞ്ഞ സമയത്തിന് ഇത് വന്ന് തട്ടിയിട്ടു. ഞങ്ങൾ എൻ്റെ തട്ടി കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ബിൻസിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് പന്നി വന്ന് ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചു വീണു. വീണ കുട്ടിയെ ആക്രമിക്കുകയും ചെയ്തു. പ്രദേശവാസികൾ ചേർന്ന് കുഞ്ഞിനെയും ബിൻസിയെയും തച്ചമ്പാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ഇടത്തെ കാലിൽ 2 ഇടങ്ങളിലായും തലയിലും മുറിവേറ്റിട്ടുണ്ട്. മുതുകുറിശി KVA LP സ്കൂളിൽ UKG വിദ്യാർത്ഥിയാണ് പരിക്കേറ്റ പ്രാർത്ഥന. പ്രദേശത്ത് വന്യമൃഗങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും രാത്രിയിലും പകലുമായി പന്നിശല്യവും പകൽ കുരങ്ങിന്റെ ശല്യവും ഒട്ടേറെയുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ തെക്കുംപുറത്ത് കാട്ടുപന്നി ഇടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ച് തൃക്കളൂർ അത്തിയംകാട്ടിൽ 25-കാരി അർച്ചന, 24-കാരൻ ശ്രീജിത്ത് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. പഞ്ചായത്തിൽ കാട്ടുപന്നിയും കുറുക്കന്മാരും കുരങ്ങുകളും കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആളില്ല. ഈ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലൊരു പാവപ്പെട്ടവൻ കൂലിപ്പണിക്ക് പോയിട്ട് വേണം വന്നിട്ട് നിത്യജീവിതം കഴിയാൻ. അതിന് മാർഗ്ഗമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ആശുപത്രി ചിലവന്നെ 10,000 ഉറുപ്പ്യോളമായി. അതിന് നോക്കാൻ മാർഗ്ഗമില്ലാതെ ആശുപത്രിയിലും പാവപ്പെട്ടവരും എല്ലാവരും കൂടി പിരിച്ചും പേടുത്തും ആൾക്കാർ കൂടിയിട്ടാണ് ജനങ്ങൾ കൂടി പാവപ്പെട്ടവനെ രക്ഷപ്പെടുത്തിയത്. ഇരിക്കാൻ വീടില്ലാതെ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. തച്ചമ്പാറ പഞ്ചായത്തിൽ അതിന് പ്രത്യേക ഒരു മുൻഗണന എടുത്തിട്ട് പന്നീനെ വെടിവെക്കാനും ഇത് കുരങ്ങുകളെ ആട്ടിവിടാനും ജനങ്ങളുടെ ശല്യം ഒന്ന് തീർത്തു തരുന്ന പ്രത്യേകമായിട്ട് പ്രദേശത്തെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടി സ്വീകരിച്ചതായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു പറഞ്ഞു. പരിക്കേറ്റ കുഞ്ഞിനെയും സംഭവം നടന്ന സ്ഥലവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും സന്ദർശിച്ചു.